ഓൾ റൈറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ AI യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു ആപ്പ് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ടൊരു ആപ്പല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് കുറേയധികം അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. അതായത് നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് യൂസർ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഡേറ്റാബേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് സ്റ്റോറേജ് ബക്കറ്റ്സ് ആഡ് ചെയ്യും. അതായത് നമ്മുടെ യൂസേഴ്സ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മളൊരു പേയ്മെൻറ്റ് ഫ്ലോ, അതായത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പേയ്മെൻറ്റ്സ് സ്ട്രൈപ്പ് യൂസ് ചെയ്ത് സെറ്റപ്പ് ചെയ്യും. അതായത് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പെയ്ഡ് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ 30 ഡേയ്സും കൂടുമ്പോൾ പൈസ പിടിക്കുന്ന, അതായത് ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം, നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പേയ്മെൻറ്റ് നമ്മൾ ഈ ആപ്പിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ യൂഷ്വൽ സ്റ്റഫ് APIs, ബാക്ക് ആൻഡ് ഫ്രണ്ട് ആൻഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ആപ്പിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, AI യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ആപ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ അകത്ത് ഞാൻ 2 ബേസിക് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പും ഒരു വെബ് ആപ്പും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ അതിൻ്റെ അകത്ത് ഡേറ്റാബേസോ നമുക്ക് പേയ്മെൻറ്റ്സോ കോംപ്ലക്സ് ആയിട്ടുള്ള APIsോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആ വീഡിയോൻ്റെ കോമെൻറ്റ് സെക്ഷനിലൊക്കെ കുറേയധികം ആൾക്കാർ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് പോലെ ഇടുന്നുണ്ടായിരുന്നു. അതായത് AIക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല, തട്ടിക്കൂട്ട് പരിപാടിക്ക് മാത്രമേ AI യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ AI ജനറേറ്റ് ചെയ്യുന്ന കോഡിലൊക്കെ മൊത്തം ബഗ്സ് ആയിരിക്കും, മിസ്റ്റേക്സ് ആയിരിക്കും, ഇത് പ്രൊഡക്ഷൻ റെഡി ആപ്സ് അല്ല, അങ്ങനെ പറഞ്ഞ് കുറേയധികം ആൾക്കാർ, അല്ലെങ്കിൽ AI ഡെവലപ്പേഴ്സിൻ്റെ ജോബ് ഒരു കാലത്തും എടുക്കാൻ പോകുന്നില്ല, AI ഒന്നും വർക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ കമൻറ്റ് ഇടുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ ഇവിടെയൊക്കെ സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി മറന്നുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, AI മിസ്റ്റേക്സ് വരുത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി AI മിസ്റ്റേക്സ് വരുത്തും. നമ്മൾ AI ജനറേറ്റ് കോഡിൻ്റെ ബഗ്സ് ഉണ്ടാകും. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. സോ ഡസ് ഹ്യൂമൻസ് മേക്ക് മിസ്റ്റേക്സ്, റൈറ്റ്? ഒരാളോട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു പ്രോഗ്രാമറിനോട് എന്തെങ്കിലും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനോ API ക്രിയേറ്റ് ചെയ്യാനോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരും കുറേയധികം മിസ്റ്റേക്സ് വരുത്തും, അവർ എറർ കണ്ടുപിടിക്കും, ഡിബഗ് ചെയ്യും. ദാറ്റ്സ് ഹൗ ദ ഹോൾ, എന്താ പറയുക, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോരോ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ്. ആദ്യം തന്നെ ഒരാൾ ഒരു കോഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ 100% എറർ ഫ്രീ ആയിട്ട് ഫുൾ വർക്ക് ആകുന്ന രീതിയിലൊന്നും അല്ല ആരും കോഡ് എഴുതുന്നത്. ഇൻ എ സിമിലർ ഫാഷൻ AI ഓൾസോ മേക്സ് മിസ്റ്റേക്സ്. ബട്ട് ദ കൂൾ തിങ് ഇസ്, നമുക്ക് ഈ കുറേയധികം AI ടൂൾസിൻ്റെ അകത്തൊക്കെ ഈ AI തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ AI ടൂൾ തന്നെ അത് ഡിറ്റക്ട് ചെയ്തിട്ട് AI ടൂൾ തന്നെ അത് ഫിക്സ് ചെയ്യും. ഓക്കെ, അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഈ AI ടൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹ്യൂമൻസ് മിസ്റ്റേക്സ് വരുത്തുന്നത് പോലെ തന്നെ AI മിസ്റ്റേക്സ് വരുത്തും. ബട്ട് AI യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു മിസ്റ്റേക്സോ ബഗ്സോ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും പറ്റും. പിന്നെ കുറേയധികം ആൾക്കാർ പറയുന്നുണ്ടാവും നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത ആപ്സിനൊന്നും കുറേയധികം സെക്യൂരിറ്റി വൾണറബിലിറ്റീസോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫ്ലോസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ കേസിൽ നമുക്ക് വേറെയും കുറേ AI ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെസ്പ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു AI യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോണമസ് AI ഏജൻറ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻറ്റിൻ്റെ അകത്ത് നമ്മുടെ API എൻഡ് പോയിൻറ്റ്സും നമ്മുടെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡൊക്കെ നമ്മൾ അതിൻ്റെ URL അതിൻ്റെ നമ്മുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AI യൂസ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോം തന്നെ നമ്മളുടെ ആപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, നമ്മൾ API കീസൊക്കെ എക്സ്പോസ്ഡ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, സെക്യൂരിറ്റി വൾണറബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിന് നമുക്കൊരു AI ഓൾറെഡി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ഒരു കാലത്തും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ജോബ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഇൻഫൻസി സ്റ്റേജിലാണ്. നമ്മളതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേയധികം AI ടൂൾസ് ഉണ്ട് കോഡിങ്ങിന് വേണ്ടി. കർസർ, വിൻസർഫ്, ഡേറ്റ ബട്ടൺ, ടെമ്പോ ലാബ്സ്, bol.new അങ്ങനെ പറഞ്ഞ കുറേ ഉണ്ട്. അപ്പോൾ ഈ ആപ്പിലൊക്കെ, ഈ ഓരോ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മളൊരു സിമ്പിൾ ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് AI വിൽ ക്രിയേറ്റ് ആൻ എൻറ്റയർ വെബ്സൈറ്റ് ഫോർ യു, ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒറ്റൊരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം പുറകോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ 1.5 years ബാക്ക് ഇതൊന്നും പോസിബിൾ അല്ലായിരുന്നു. ഈ ഓരോ പ്ലാറ്റ്ഫോംസ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഹൗ റാപ്പിഡ്ലി വി ആർ പ്രോഗ്രസിങ്. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മളുടെ ഇപ്പോൾ ആസ് ഓഫ് നൗ AI ഡയറക്റ്റ്ലി നമ്മളുടെ ജോബ്സ് എടുക്കുന്നില്ലെങ്കിലും റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിലും ഒരു എക്സാമ്പിൾ സിനറിയോ നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ടീമിൽ, ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ടീം, ആ ടീമിൽ 10 ആൾക്കാരുണ്ട്. 10 ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സാണ് ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഫോർ 30 days. അപ്പോൾ അവർ 30 days ആ ഒരു 10 പേര് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് എൻഡ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമായിരിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ AI is extremely good when it comes to front end side of things. അപ്പോൾ ഇവിടെ ഈ 10 പേരുടെ ജോബും AI എടുക്കുമെന്നല്ല നമ്മളിപ്പോൾ അസ്യൂം ചെയ്യേണ്ടത്. ഈ 10 പേരെന്നുള്ളത് 5 പേരെ കുറയ്ക്കാം. ഓക്കെ, ആൻഡ് ഈ ഡെവലപ്മെൻറ്റ് ടൈം 30 days എന്നുള്ളത് 15 days ആക്കാം. അപ്പോൾ നമുക്ക് പണ്ടൊരു ജോബ് 10 പേര് 30 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു എക്സാക്ട് സെയിം ജോബ് നമുക്കിപ്പോൾ 5 പേരെ കൊണ്ട് 15 ദിവസം ചെയ്യിപ്പിക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. നമുക്ക് ആ ഫൗണ്ടേഷനും ബേസിക്സ് ഒക്കെ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ബീങ് എ പേഴ്സൺ ഹു നോസ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് ബിക്കംസ് വെരി സിമ്പിൾ. ഓക്കെ, നമ്മളിവിടെ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI കംപ്ലീറ്റ്ലി എഞ്ചിനീയേഴ്സിന് റീപ്ലേസ് ചെയ്യുന്നതല്ല.
ഈ എഞ്ചിനീയേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി 10 ടൈംസോ 100 ടൈംസോ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള മാൻ പവർ കുറയും. അപ്പോൾ ഒബ്വിയസ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറയും. പണ്ട് നമുക്കൊരു 1000 ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഓപ്പണിങ്സ് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഷ്രിങ്ക് ആയിട്ട് 500 250 ഒക്കെ ആയിട്ട് കുറയും. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറയുകയാണ്. ബിക്കോസ് AI വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ടാസ്ക് 10 മിനിറ്റ് ചെയ്യേണ്ട ടാസ്ക് 1 മിനിറ്റ് ചെയ്യാൻ പറ്റും. കുറേയധികം കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി ഹ്യൂമൻ സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ വേണം, അതവിടെ തന്നെ ഉണ്ട്. ബട്ട് ദെൻ നമ്മുടെ ടീമിൻ്റെ സൈസൊക്കെ നല്ല രീതിയിൽ ഷ്രിങ്ക് ആവുകയാണ്. അപ്പോൾ നമുക്കവിടെ കുറേയധികം ജോബ് മിസ്സാവും. ഓക്കെ, സോ അതാണ് ഞാൻ പറയുന്ന ഹോൾ പോയിന്റ്. അപ്പോൾ നമ്മൾ ഓക്കെ ഞാനും ആക്ച്വലി ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരെയും ജോബിന് റിയൽ ത്രെറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് AI. നമ്മൾ ഈ ലാസ്റ്റ് 1 ഇയർ ഒക്കെ ആയിട്ട് കാണുന്ന ഈ റീസെൻറ്റ് പ്രോഗ്രസ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർലി അറിയാം നെക്സ്റ്റ് ഒരു 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് കഴിയുമ്പോൾ AI എത്രത്തോളം അഡ്വാൻസ് ആവും നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ദ പോയിന്റ് ഇസ് നമ്മൾ ഈ ഒരു AI വരുന്ന എന്നെ എഫക്റ്റ് ചെയ്യത്തില്ല, എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് AIനെ നമ്മളുടെ ഒരു ബബിളിൽ നിന്നുകൊണ്ട് നമ്മളിതൊന്നും വർക്കാവില്ല എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം എഫക്റ്റ് വരുന്നത് നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ദ തിങ് ഇസ് നമുക്ക് AI ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഫ്ലോയിന് അഗെയിൻസ്റ്റ് പോകാതെ അതിൻ്റെ കൂടെ പോയിട്ട് അതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ചോയ്സ് നമ്മളുടെ മെയിൻ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസ്, യൂസർ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം, ഫുൾ റിക്കറിംഗ് സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് ഫ്ലോ, പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് API എൻഡ് പോയിന്റ്സ്, പിന്നെ നമ്മളൊരു ഓപ്പൺ AI API ഇൻറ്റിഗ്രേഷനും ഈ ഒരു ആപ്പിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ക്വിക്ക്ലി ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് അതിനു മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി വോണ്ട് ബി റൈറ്റിംഗ് എ സിംഗിൾ ലൈൻ ഓഫ് കോഡ്. AI യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മൾ പ്രോംപ്റ്റിംഗ് മാത്രമായിരിക്കും ചെയ്യുള്ളൂ ആൻഡ് എവറിത്തിങ് വർക്ക്സ്. ഓക്കെ, ലെറ്റ് മീ ഷോ യു. സോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറേയധികം AI കോഡിംഗ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ടൂൾസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ടെമ്പോ ഉണ്ട്, ലവബിൾ ഉണ്ട്, Bolt.me ഉണ്ട്, കഴ്സർ ഉണ്ട്, ഡേറ്റ ബട്ടൺ ഉണ്ട്, വിൻസർഫ് ഉണ്ട്, V0 ഉണ്ട്. ഇത് കൂടാതെയും വേറെയും കുറേയധികം നമുക്ക് AI കോഡിംഗ് ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് GitHub Copilot ഉണ്ട്, അതേപോലെ തന്നെ Tray AI ഉണ്ട്, പിന്നെ ക്ലൈൻ ഉണ്ട്, റൂക്കോഡ് ഉണ്ട്, അങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം മെയിൻ പ്ലാറ്റ്ഫോംസാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ടെമ്പോ, ലവബിൾ, ബോൾട്ട്, പിന്നെ ഡേറ്റ ബട്ടൺ ആൻഡ് V0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ് ബ്രൗസറിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ള AI കോഡിംഗ് ടൂൾസ് ആണ്. ആൻഡ് കഴ്സർ ആൻഡ് വിൻസർഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട IDE ആണ്, ജസ്റ്റ് ലൈക്ക് VS കോഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്പെസിഫിക്കലി യൂസ് ചെയ്യാൻ പോകുന്നത് ടെമ്പോ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി സബ്സ്ക്രിപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പോയിലുണ്ട്, ലവബിളിലുണ്ട്, കഴ്സറിലുണ്ട്, ഡേറ്റ ബട്ടണിലുണ്ട്. എനിക്ക് ഈ Bolt.newൻ്റെയും വിൻസർഫും പിന്നെ V0 ബൈ വെർസലിലും എനിക്ക് സബ്സ്ക്രിപ്ഷൻസ് ഇല്ല. ഈ 4 അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സെയിം ആപ്പ് ഈ 3 ചെയ്യുകയാണെങ്കിൽ, അതായത് ടെമ്പോ, ലവബിൾ, ഡേറ്റ ബട്ടണിൽ യൂസ് ചെയ്ത് നിങ്ങൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദ ഫ്ലോ വിൽ ബി ഓൾമോസ്റ്റ് സെയിം. പക്ഷേ കഴ്സറിൽ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിന് ഇൻ്റർഫേസും കാര്യങ്ങളൊന്നും ഈ ഓരോരോ പ്ലാറ്റ്ഫോമിൻ്റെ അത്ര ഇൻറ്റുവേറ്റീവും അല്ല, ഇൻറ്റിഗ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കഴ്സർ ചെയ്യാനെ പറ്റിയൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും കഴ്സറിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. ബട്ട് ഇത് 3 നമ്മളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടെമ്പോ യൂസ് ചെയ്ത് തന്നെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ലവബിളും ഡേറ്റ ബട്ടണിലും ഒക്കെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഫോർ നൗ ഐ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ടെമ്പോ. അപ്പോൾ നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാറ്റ്ഫോം വിസിറ്റ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ലവബിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെമ്പോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ ബട്ടണും യൂസ് ചെയ്യാം. അതിന് 3ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതാണോ ആ ഒരു പ്ലാറ്റ്ഫോം, ഫോർ എക്സാമ്പിൾ ടെമ്പോ ആണെങ്കിൽ ടെമ്പോ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അക്കൗണ്ടിൽ വേണ്ടി സൈനപ്പ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഐ ഗോ ആൻഡ് ലോഗിൻ ടു ഇറ്റ്. ഇപ്പോൾ ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ ഇപ്പോൾ ഒരു ക്രിയേറ്റ് പ്രോജക്റ്റ് ഞെക്കുകയാണ്. ആൻഡ് ഐ ക്ലിക്ക് ഓൺ ജനറേറ്റ് ആൻ ആപ്പ് ഫ്രം സ്ക്രാച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഫുൾ മാജിക് സംഭവിക്കുന്നത്. നമ്മൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. AI വിൽ ഡു എവറിത്തിങ് ഫോർ us. നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അത് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ ആപ്പാണ്. അതായത് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. നമുക്ക് എന്നിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ആപ്പ് അത് ക്യാപ്ചർ ചെയ്യും, ആ എൻറ്റയർ വോയിസ് സ്റ്റഫ്. എന്നിട്ട് അത് ട്രാൻസ്ക്രൈബ് ചെയ്യും, അത് അതിൻ്റെ ടെക്സ്റ്റ് ഫോമിലേക്ക് മാറ്റും. എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് AI യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നോട്ട്സ് ആയിട്ട് സേവ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ജിജോ ജോസഫ് ഓക്കെ അങ്ങനത്തെ ഒരാളുണ്ടാക്കിയതാണ്, ഒരു മലയാളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് എക്സ്ട്രീംലി സക്സസ്ഫുൾ ആണ്. നമ്മുടെ ബൈ മീ കോഫി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ജിജോ സണ്ണി, സോറി. അപ്പോൾ നമ്മുടെ ബൈ മീ എ കോഫി എന്ന് പറഞ്ഞ ആ ഒരു കമ്പനീൻ്റെ തന്നെ സെയിം ആളാണ്. അപ്പോൾ അവരുണ്ടാക്കിയ ഒരു ആപ്പിൻ്റെ ഒരു ബേസിക് വേർഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെന്നിട്ട് പറയാൻ പറ്റും എ SaaS that allows users to record and transcribe the voice
I want to then use AI to process the voice and store a summary of the content. എന്നിട്ട് വേണം നമുക്ക് പറയാം use OpenAI API for processing and summarizing the voice. Okay, so ഇതാണ് നമ്മൾ ഇനിഷ്യലി കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ്. യൂസ് OpenAI API for processing and summarizing the voice. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് React ഉണ്ട്, Next.js ഉണ്ട്, Expo ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു വെബ് ആപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് React അല്ലെങ്കിൽ Next.js യൂസ് ചെയ്യാം. ഇനി ഫുൾ സ്റ്റാക്ക് കേപ്പബിലിറ്റീസും API റോഡ്സ് ഒക്കെ വിത്തിൻ ഈ ഒരു ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് Next.js കൺസിഡർ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഒരു മൊബൈൽ ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് Expo ചൂസ് ചെയ്യാം. ഇൻ ദിസ് കേസ് ഞാൻ Next.js സെലക്ട് ചെയ്യാണ്. പിന്നെ ഒതൻറ്റിക്കേഷൻ ആൻഡ് ഡാറ്റാബേസിന് വേണ്ടി നമുക്ക് സൂപ്പർബേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺവെക്സ് ആൻഡ് ക്ലർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ സൂപ്പർബേസ് ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പേയ്മെൻറ്റ്സിന് വേണ്ടി നമുക്ക് സ്ട്രൈപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോളാർ യൂസ് ചെയ്യാം. ബട്ട് ഇൻ ദിസ് കേസ് ഞാൻ സ്ട്രൈപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ട്രൈപ്പ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇനി ഞാൻ സെറ്റപ്പ് ഇൻറ്റിഗ്രേഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർബേസ് ആയിട്ട് നമ്മുടെ പ്രോജക്റ്റ് കണക്ട് ചെയ്യണം. അതിന് മുമ്പേ ഞാൻ സൂപ്പർബേസിലേക്ക് ജസ്റ്റ് പോവാം. അപ്പോൾ സൂപ്പർബേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക് ആൻഡ് ആസ് എ സർവീസ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്പിലേക്ക് ഒതൻറ്റിക്കേഷൻ, ഡേറ്റാബേസും സ്റ്റോറേജ് ബക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് ഈ സൂപ്പർബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൽഫ് ഹോസ്റ്റഡ് വേർഷൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹോസ്റ്റഡ് വേർഷൻ യൂസ് ചെയ്യാം, superbase.com. ഞാനൊരു ഡാഷ്ബോർഡിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് സൈൻ അപ്പ് ഫോർ എ ന്യൂ അക്കൗണ്ട്. അതിനുശേഷം ഞാൻ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന് ഞാൻ വോയിസ് നോട്ട്സ് എന്ന് തന്നെ പേര് കൊടുത്തേക്കാം. ഒരു ഡേറ്റാബേസ് പാസ്വേഡ് ഫോർ നൗ റീജിയൻ ഇവിടെ ഇരുന്നോട്ടെ. ബട്ട് നിങ്ങളുടെ യൂസേഴ്സിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മേ ബി ഞാൻ മുംബൈ സെലക്ട് ചെയ്യാം ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമ്മളുടെ ഈ ഒരു സൂപ്പർബേസ് പ്രോജക്റ്റ് ഇനീഷ്യലൈസ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു പ്രോജക്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഡേറ്റാബേസും ബക്കറ്റ് സ്റ്റോറേജും നമ്മുടെ യൂസർ ഒതൻറ്റിക്കേഷൻ സിസ്റ്റവും എഡ്ജ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സൂപ്പർബേസ് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു കോഡിംഗ് നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. ബട്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആപ്പിൻ്റെ എൻറ്റയർ ബാക്ക് എൻഡ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ബട്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പ്രോജക്റ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മേ ബി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ ഡേറ്റാബേസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, റിയൽ ടൈം മാത്രം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിനി ടെമ്പോയിലേക്ക് വന്നിട്ട് ഇവിടെ കണക്ട് സൂപ്പർബേസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് ഓപ്പൺ ആകും. ആൻഡ് ഇവിടെ നമ്മളുടെ സൂപ്പർബേസ് അക്കൗണ്ട് ഓതറൈസ് ചെയ്യണം. ഏതോ ഓർഗനൈസേഷനിലാണോ നമ്മളുടെ ഇതുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ഓതറൈസ് ടെമ്പോ ലാബ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഞെക്കുക. എന്നിട്ട് നമ്മളുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോജക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, വോയിസ് നോട്ട്സ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ കണക്ട് ബട്ടൺ ഞെക്കും. ആൻഡ് നമ്മളുടെ സൂപ്പർബേസ് കണക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ സ്ട്രൈപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ സ്ട്രൈപ്പ് ഡാഷ്ബോർഡിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ സ്ട്രൈപ്പിലേക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മേ ബി ലെറ്റ്സ് സേ ഞാൻ ഓൾറെഡി ഒരു കാലറീസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു സ്ട്രൈപ്പ് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സൈൻ അപ്പ് ഫോർ എ സ്ട്രൈപ്പ് അക്കൗണ്ട്. എന്നിട്ട് അതിനുശേഷം നിങ്ങളിവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പ്രോഡക്റ്റ് കാറ്റലോഗ് എന്ന സെക്ഷനിലേക്ക് വരിക. എന്നിട്ട് ഇവിടെയാണ് നിങ്ങളുടെ പ്ലാനിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എനിക്കൊരു ലൈറ്റ് പ്ലാനും പ്രോ പ്ലാനും ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞെക്കാം. എന്നിട്ട് നമുക്ക് നെയിം കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ അൾട്രാ. പിന്നെ ഇതിൻ്റെ ഒരു മന്ത്ലി പേയ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ $100 ആണ്. ഓക്കെ, മന്ത്ലിയാണ്. അപ്പോൾ ഓരോ മാസവും ഈ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ $100 എടുക്കും. ഓക്കെ, എന്നിട്ട് സ്ട്രൈപ്പിൻ്റെ പേയ്മെൻറ്റ് ഫീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് വരും. സോ ദാറ്റ് ഇസ് ബേസിക്കലി ഹൗ ദിസ് ഹോൾ റിക്കറിംഗ് പേയ്മെൻറ്റ് സിസ്റ്റം വർക്ക്സ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇത് വന്നിട്ട് ആഡ് പ്രോഡക്റ്റ് ഞെക്കിയിട്ട് നമ്മുടെ സ്ട്രൈപ്പ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. ബട്ട് ഞാനിവിടെ ഓൾറെഡി 2 പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് പ്രോയും ലൈറ്റും. അത് പറഞ്ഞാൽ $5.99 ആണ്, $9.99 ആണ്. അപ്പോൾ ഇത് തന്നെ മതി. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ടെമ്പോയിലേക്ക് പോയിട്ട് ഇവിടെ അവർ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സ്ട്രൈപ്പിൻ്റെ പബ്ലിഷബിൾ കീ, സീക്രട്ട് കീ ആൻഡ് വെബ് ഹുക്ക് സീക്രട്ട്. അപ്പോൾ ഞാനിവിടെ സ്ട്രൈപ്പിലേക്ക് പോയിട്ട് ഹോം ഞെക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് API കീസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പബ്ലിഷബിൾ കീയും സീക്രട്ട് കീയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പബ്ലിഷബിൾ കീ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ സ്ട്രൈപ്പ് സീക്രട്ട് കീ എടുക്കണം. അപ്പോൾ ഇവിടെ സീക്രട്ട് കീ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ആവും. നമുക്കത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പോ തന്നെ നമ്മളുടെ സ്ട്രൈപ്പിലുള്ള 2 പ്രോഡക്ട്സ്, അതായത് പ്ലാൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു ഹാവ് 2 സ്ട്രൈപ്പ് പ്ലാൻസ് സെറ്റപ്പ് ഇൻ ദിസ് പ്രോജക്റ്റ് എന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈപ്പിൻ്റെ വെബ് ഹുക്ക് സീക്രട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്കിവിടെ വിൽ ഹെഡ് ബാക്ക് ടു സ്ട്രൈപ്പ്. എന്നിട്ട് ഇവിടെ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വെബ് ഹുക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ആഡ് ഡെസ്റ്റിനേഷൻ എന്ന് സെലക്ട് ചെയ്യാം. യുവർ അക്കൗണ്ട്, എന്നിട്ട് ഓൾ ഇവൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു നല്ല ഓപ്ഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ദെൻ ടെമ്പോ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് ഓൾ ഇവൻറ്റ്സ് സെലക്ട് ചെയ്യാനാണ്.
മേ ബി ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് വെബ് ഹുക്കിന് വേണ്ടിയാണ് ലിസൺ ചെയ്യേണ്ടത്, മേ ബി ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ റീഫണ്ട് സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബട്ട് എനി വിച്ച് ഈസ് ഫോർ നൗ നമ്മൾ എല്ലാ ഇവൻറ്റ്സും സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. എന്നിട്ട് വെബ് ഹുക്ക് എൻഡ് പോയിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം, ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ എൻഡ് പോയിന്റ് URL എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ടെമ്പോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്ട്രൈപ്പ് വെബ് ഹുക്കിൻ്റെ ആ ഒരു എൻഡ് പോയിന്റ് നമുക്ക് കിട്ടും URL. അപ്പോൾ ഞാനത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഐ പേസ്റ്റ് ദ സെയിം ഇൻ ഹിയർ ആൻഡ് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഒരു വെബ് ഹുക്ക് എൻഡ് പോയിന്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സൈനിങ് സീക്രറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ റിവീൽ ഞെക്കിയിട്ട് ഐ കോപ്പി ദാറ്റ് സൈനിങ് സീക്രറ്റ്. ഓക്കെ, ഹെഡ് ബാക്ക് ടു ടെമ്പോ ആൻഡ് ഐ പേസ്റ്റ് ഇറ്റ് ഇൻ ഹിയർ. എന്നിട്ട് ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് സെലക്ടഡ് ഓൾ ഇവൻറ്റ്സ് ഫോർ മൈ സ്ട്രൈപ്പ് വെബ് ഹുക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ എനേബിളും ചെയ്യും. ആൻഡ് ഐ ക്യാൻ ക്ലിക്ക് ഓൺ സെറ്റപ്പ് ഇൻറ്റിഗ്രേഷൻസ്. അപ്പോൾ നമ്മളുടെ ഇൻറ്റിഗ്രേഷൻസ് പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ആപ്പിലേക്ക് നമ്മളൊരു യൂസർ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം, ഡേറ്റാബേസും പേയ്മെൻറ്റ് സർവീസും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ചെന്ന് ബിൽഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ക്ലിക്ക് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ആപ്പിലേക്ക് എന്തൊക്കെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു PRD ആണ് നമ്മളുടെ AI ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിമ്പിളായിട്ടൊരു ടെക്സ്റ്റ് നോട്ട്സ് അല്ലെങ്കിൽ സമ്മറി ഉണ്ട്, ക്ലീൻ മിനിമലിസ്റ്റിക് റെക്കോർഡ് ഇൻ്റർഫേസ്, റിയൽ ടൈം ഓഡിയോ വിഷ്വലൈസേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, സമ്മറി സെക്ഷൻ ഒക്കെ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു യൂസർ ഫ്ലോ ഡയഗ്രാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്തും ഒക്കെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻറ്റയർ യൂസർ ഫ്ലോ ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും ടെമ്പോ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് വെബ് ഹുക്കിൻ്റെയും ക്രിയേറ്റ് ചെക്കൗട്ടിൻ്റെയും ഗെറ്റ് പ്ലാൻസ് എന്ന 3 എഡ്ജ് ഫംഗ്ഷൻസ് നമ്മുടെ സൂപ്പർ ബേസിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സൂപ്പർ ബേസിലേക്ക് തിരിച്ച് വന്നിട്ട് ഇവിടെ എഡ്ജ് ഫംഗ്ഷൻസിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ആ 3 ഇപ്പോൾ ഞാൻ ഇവിടെ കാണണം. ഓക്കെ, സോ നമുക്കിത് 3 ഇവിടെ ഉണ്ട്. ആൻഡ് എ ഫ്യൂ സെക്കൻഡ്സ് അഗോ ആ എഡ്ജ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മുടെ വെബ് ഹുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എഡ്ജ് ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ്. ആൻഡ് യാ, ഇനിയിപ്പോൾ ഞാൻ ഡിസൈൻ ടാബിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ AI ഹാസ് സ്റ്റാർട്ട് റൈറ്റിംഗ് ദ കോഡ്. ഇപ്പോൾ നോക്കിയിട്ട് കാണാൻ പറ്റും നമ്മളുടെ page.tsx ഫയൽ എന്ന് പറഞ്ഞ ഒരു ഫയൽ AI ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വിൽ വെയിറ്റ് ടിൽ ഇറ്റ് ഇസ് ഡൺ. അപ്പോൾ AI പോയിട്ട് നമ്മളുടെ ആപ്പിൻ്റെ ഇനീഷ്യൽ വേർഷനും കോഡും എല്ലാം എഴുതിയിട്ട് നമുക്ക് ലെറ്റ്സ് സീ ഹൗ ഫാർ AI തിക്സ് ടു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേളിൽ ചെന്ന് വർക്ക് ചെയ്തിട്ട് എററൊക്കെ ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് ഐട്രേറ്റീവായിട്ട് ബിൽഡ് ചെയ്ത് പോവാം. എനി ചോയ്സ്, ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, സോ നമ്മുടെ AI നമ്മുടെ ആപ്പിന് വേണ്ടി നമ്മുടെ ആപ്പിന് കൊടുത്തേക്കുന്ന പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് സ്ക്രൈബ് എന്നാണ്. എന്നിട്ട് അതിൽ നമ്മുടെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ടു വ്യൂ ദ സെയിം നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് ടുവേർഡ്സ് ദ ടോപ്പ് റൈറ്റ്. അതിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ സ്ക്രീൻ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ആ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലാൻഡിംഗ് പേജ് ഫർദർ കസ്റ്റമൈസ് ചെയ്യാം. ബട്ട് ദെൻ ഇപ്പോൾ ഞാൻ പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിൻ്റെ ഫംഗ്ഷനാലിറ്റി പാർട്ടിലേക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലാൻഡിംഗ് പേജ് ഐ കീപ്പ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. ഞാൻ ഇനി പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 2 പ്ലാൻസ് ഉണ്ടല്ലോ, ലൈറ്റും പ്രോയും, $6-ൻ്റെയും $10-ൻ്റെയും, അത് രണ്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെന്നിട്ട് പറയാം ലാൻഡിംഗ് പേജ് ലുക്സ് ഗുഡ്, പ്ലീസ് ഇംപ്ലിമെൻറ്റ് ദി ഓത്തൻറ്റിക്കേഷൻ ആൻഡ് വോയിസ് റെക്കോർഡിംഗ് ഫീച്ചർ എന്നുകൊണ്ട് ഞാൻ ഐ ഹിറ്റ് എൻറ്റർ. ഓൾറൈറ്റ്, സോ അപ്പോൾ ഓഡിയോ റെക്കോർഡ്.tsxും ട്രാൻസ്ക്രിപ്ഷൻ.tsxും സമ്മറി.tsx എന്ന് പറഞ്ഞ ഈ ഒരു 3 കോമ്പോണൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി API എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വുഡ് യു ലൈക്ക് ടു കണ്ടിന്യൂ വിത്ത് ഇംപ്ലിമെൻറ്റിംഗ് ദി API എൻഡ് പോയിൻറ്റ്സ്? യെസ്. എന്നിട്ട് പ്ലീസ് ഇംപ്ലിമെൻറ്റ് ദി APIs. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് എൻഡ് കമ്പോണൻറ്റ്സ്, അതായത് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ളതും നമുക്ക് സമ്മറി കാണാനുള്ള കമ്പോണൻറ്റ്സും കാര്യങ്ങളൊക്കെ AI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദ ഫ്രണ്ട് എൻഡ് കമ്പോണൻറ്റ്സ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇത് ഫംഗ്ഷണൽ ആക്കാൻ വേണ്ടിയുള്ള API എൻഡ് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള API എൻഡ് പോയിൻറ്റ്സ് API ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി വിൽ വെയിറ്റ്. ഓൾറൈറ്റ്, സോ 2 API എൻഡ് പോയിൻറ്റ്സ് ഇപ്പോൾ AI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് മോക്ക് ഡേറ്റയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, മോക്ക് ട്രാൻസ്ക്രിപ്ഷൻ. ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷൻ ഇപ്പോൾ വർക്ക് ആവില്ല, ബട്ട് ദെൻ അത് നമുക്ക് പിന്നെ ചെന്ന് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, റീപ്ലേസ് മോക്ക് ഇൻറ്റിഗ്രേഷൻ, വുഡ് യു ലൈക്ക് മീ ടു ഇംപ്ലിമെൻറ്റ് എനി ഓഫ് ദീസ് നെക്സ്റ്റ്. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ആൻഡ് അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് സൈനപ്പ് ചെയ്യണമെങ്കിൽ ഐ ക്ലിക്ക് ഓൺ ലെറ്റ്സ് സേ സൈനപ്പ്. ഒരു അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി നോക്കാം വർക്ക് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ ഐ പുട്ട് മൈ നെയിം ഹാസ് ആസ്ട്രോ കെ ജോസഫ്. നമുക്ക് ഇമെയിൽ കൊടുക്കാം, ഒരു റാൻഡം പാസ്വേഡും കൊടുക്കാം. ആൻഡ് ഐ ക്ലിക്ക് ഓൺ സൈനപ്പ് ആൻഡ് ലെറ്റ്സ് സീ. നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറർ അപ്ഡേറ്റിംഗ് യൂസർ പ്ലീസ് ട്രൈ അഗൈൻ എന്ന് പറഞ്ഞിട്ടൊരു എററാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ AI വിൽ മേക്ക് മിസ്റ്റേക്സ്. ബട്ട് ദെൻ എനിക്ക് ആക്ച്വലി ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൺഫേം ഇമെയിലിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ കൺഫേം ആവേണ്ടതാണ്. ആൻഡ് ഇവിടെ ഓതൻറ്റിക്കേഷൻ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു യൂസർ സൈനപ്പ് ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേ ബി വേണമെങ്കിൽ നിങ്ങളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ സൈനപ്പ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ വന്നിട്ട് ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു കൺഫേം ഇമെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തേക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റം SMTP സെർവറൊക്കെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. നമുക്കിങ്ങനെ ഇമെയിൽ കുറേ അയക്കണം എന്നുണ്ടെങ്കിൽ 1-2 വട്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സൂപ്പർ ബേസിൽ കൂടെ തന്നെ അയക്കാം. ഇൻ വിച്ച് വേസ് ഞാൻ അതൊന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ട് റെഡി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സൈൻ ഇൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഏബിൾ ടു സൈൻ ഇൻ ടു മൈ അക്കൗണ്ട്. ഈ എറർ നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. ക്ലോസ്. ആൻഡ് ഇവിടെ ഞാനിപ്പോൾ ഇമെയിൽ, പാസ്വേഡ്, സൈൻ ഇൻ ആൻഡ് ലെറ്റ് സി. ഓൾറൈറ്റ്, സോ നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ആൻഡ് വി ആർ നൗ അറ്റ് അവർ ഡാഷ്ബോർഡ്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്യാനാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു പ്ലാനിൽ ഏത് പ്ലാനിൽ എത്ര ട്രാൻസ്ക്രിപ്ഷൻസ് പറ്റണം അല്ലെങ്കിൽ ലിമിറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സെറ്റപ്പ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഞാൻ എന്തായാലും ലെറ്റ്സ് സേ ഒരു 599 ഒരു പ്ലാനിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ നമ്മുടെ സ്ട്രൈപ്പ് ചെക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ട്രൈപ്പ് ചെക്കൗട്ട് പേജിലേക്ക് എത്തിക്കണം നമ്മളെ. ആൻഡ് യു ഗോ, നമ്മളിപ്പോൾ ഒരു സ്ട്രൈപ്പ് ചെക്കൗട്ട് പേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡേറ്റ അപ്ഡേറ്റ് ആവണം ആൻഡ് നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടണം. അപ്പോൾ നമ്മൾ ഇവിടെ സൂപ്പർ ബേസിൽ പോയിട്ട് ടേബിൾ എഡിറ്ററിൽ പോയിട്ട് നമുക്ക് 3 ടേബിൾസ് കാണാൻ പറ്റും. ഇതിൽ സബ്സ്ക്രിപ്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും തന്നെ ഇല്ല. അതേസമയം യൂസർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ യൂസർ ടേബിൾ ക്രിയേറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു യൂസറിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡേറ്റ അപ്ഡേറ്റ് ആവേണ്ടത് ഈ ഒരു ടേബിളിൻ്റെ അകത്താണ്. നമ്മുടെ ഡേറ്റാ ബേസിൽ സബ്സ്ക്രിപ്ഷൻസ് പറഞ്ഞ ഈ ടേബിളിൻ്റെ അകത്ത് എൻട്രി വരണം നമ്മളുടെ ഈ യൂസറിൻ്റെ ഈ യൂസർ ഐ ഡിയും വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്ട്രൈപ്പിൻ്റെ അകത്ത് നമ്മൾ ടെസ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു റിയൽ കാർഡ് യൂസ് ചെയ്യേണ്ട നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. അത് മോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് 42424242 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ്. ഇതിൻ്റെ ഇത് ഞാൻ ഇങ്ങനെ ഇടാം 424 അല്ലെങ്കിൽ 242 പേരും കൊടുക്കാം ആൻഡ് ക്ലിക്ക് ഓൺ സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെബ് ഹുക്ക് എൻഡ് പോയിൻറ്റ് ഫയറപ്പ് ആയിട്ട് നമ്മളുടെ ഡേറ്റാബേസിൽ ഈ സെയിം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവുമോ നോക്കി നോക്കാം. ഓക്കെ, സോ നമ്മളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫോർ സം റീസൺ നമ്മളുടെ ആപ്പ് പിന്നെ നമ്മളെ പ്രൈസിങ് പേജിലേക്ക് തന്നെയാണ് റീഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ മേ ബി ഒന്ന് ഡാഷ്ബോർഡിലേക്ക് മാനുവലി നാവിഗേറ്റ് ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ, പിന്നെയും പ്രൈസിങ്ങിലേക്ക് തന്നെയാണ് എടുക്കുന്നത്. ലെറ്റ്സ് സി. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തോ എറർ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടും ഇവിടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ സബ്സ്ക്രിപ്ഷൻ ടേബിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി, എന്നിട്ടും സ്റ്റേറ്റസ് ഇൻകംപ്ലീറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വെബ് ഹുക്കുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ എനോട് എന്ന് പറയാം, ഐ പർച്ചേസ്ഡ് എ പ്ലാൻ ബട്ട് ഇറ്റ് സേസ് ദ സ്റ്റേറ്റസ് ആസ് ഇൻകംപ്ലീറ്റ് ഇൻ ദി സബ്സ്ക്രിപ്ഷൻ ടേബിൾ ഇൻ സൂപ്പർ ബേസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അവിടെ കിടക്കട്ടെ. വിൽ ഹിറ്റ് എൻറ്റർ. സോ നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു സ്ട്രൈപ്പ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. ബട്ട് ഫോർ സം റീസൺ നമ്മളുടെ ഇവിടുത്തെ എവിടെ പോയത്, ഓക്കെ, നമ്മളുടെ സ്റ്റാറ്റസ് ഇൻകംപ്ലീറ്റ് എന്നാണ് കിടക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി അത് ഫുള്ളി സക്സസ്ഫുൾ ആയിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ അതിനോട് പറയാൻ പോവാണ് എങ്ങനെയാണത് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മേ ബി സൂപ്പർ ബേസിൽ പോയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ ടേബിൾ മാനുവലി ഞാൻ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, യൂസേഴ്സിൻ്റെ ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് ആയാൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. നോ ഇഷ്യൂസ്. നമുക്ക് ഒന്നുകൂടി ചെന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ഐ വിൽ റീഫ്രഷ്. എന്നിട്ട് ഞാനിവിടെ ഒരു ഈ 599 പ്ലാൻ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് വിയർ ഇൻ ദ സ്ട്രൈപ്പ് ചെക്കൗട്ട് പേജ്. ടെസ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് അടിക്കാം. Okay, subscribe and hopefully it will work this time. Let's see. Okay, payment successfully capture ചെയ്തിട്ടുണ്ട്. Let's see. All right, so നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അകത്ത് നമ്മളുടെ യൂസർ ഡാറ്റ ആണ് പ്രൊഫൈലിൽ കാണിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമ്മൾ ആക്ച്വൽ ഫംഗ്ഷനാലിറ്റിയും കാര്യങ്ങളൊന്നും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ദിസ് മീൻസ് നമ്മളുടെ പേയ്മെൻറ്റ് ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വോയിസ് നോട്ട്സിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ടേബിൾ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ദ ന്യൂ എൻട്രി ഇൻ ഹിയർ. നമ്മുടെ യൂസർ ഐ ഡി, സ്ട്രൈപ്പ് ഐ ഡി, പ്രൈസ് ഐ ഡി. ആൻഡ് ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആണ്. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ യൂസേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. മേ ബി ഐ എം നോട്ട് ഷുവർ ഇവിടെ ഇത് അപ്ഡേറ്റ് ആവേണ്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദെൻ നമുക്കിപ്പോൾ ആക്സസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിത് വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്ട്രൈപ്പിൽ പോയിട്ട് ഓക്കെ, ലെറ്റ്സ് ക്ലോസ് ദിസ്. ആൻഡ് ഓക്കെ, നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ പുതിയ പേയ്മെൻറ്റ് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ട്രാൻസാക്ഷൻസിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ 599 എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാൻ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നമ്മളുടെ ആദ്യത്തെ കണ്ടില്ലേ, നമ്മൾ ആദ്യം ഒരു 599 ഒരു പ്ലാൻ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു.
ആൻഡ് ഇത് നോക്കട്ടെ, ഇത് മൂന്നാമത്തത് ഞാൻ ആക്ച്വലി മുമ്പ് ചെയ്ത് പറഞ്ഞായിരുന്നു. ബട്ട് ഈ സെക്കൻഡ് വൺ ഇത് ഓൾറെഡി നമ്മൾ അപ്പോൾ മുമ്പ് ട്രൈ ചെയ്ത ഒരു പേയ്മെൻ്റ് ആയിരുന്നു. ബട്ട് അത് സ്ട്രൈപ്പ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ നമ്മുടെ വെബ് ഹുക്കിൽ ഉണ്ടായിരുന്ന എന്തൊരു പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡാറ്റാബേസിൽ അത് അപ്ഡേറ്റ് ആവാതിരുന്നത്. ബട്ട് ദെൻ ഈ ലേറ്റസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മളുടെ വെബ് ഹുക്കും ഫയറപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ക്യാപ്ചർ ആയി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ട്രൈപ്പ് പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേഷൻ ഇസ് നൗ സക്സസ്ഫുൾ. ഇറ്റ് വർക്ക്സ്. Can you add the voice recorder and the summary component to the /dashboard page? എന്നിട്ട് നമുക്ക് ഹിറ്റ് എൻ്റർ. ആൻഡ് നമ്മുടെ ഇത് ഓൾറെഡി നമ്മളുടെ ആ ഒരു കോമ്പോണൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ നമുക്കതിപ്പോൾ നമ്മുടെ /dashboard എന്ന് പറഞ്ഞ പേജിലേക്ക് നമുക്കത് ആഡ് ചെയ്യണം. സോ ലെറ്റ്സ് വെയിറ്റ്. ആൻഡ് ഇവിടെ കാണുന്ന പോലെ തന്നെ ദിസ് ഈസ് എ പ്രൊട്ടക്റ്റഡ് പേജ് ഓൺലി വിസിബിൾ ടു ഒതൻറ്റിക്കേറ്റഡ് യൂസേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം അഡ്രസ് കോപ്പി ചെയ്തിട്ട് ഒരു ഇൻകോഗ്നിറ്റോ മോഡ് ഓപ്പൺ ചെയ്തിട്ട് ഇത് വിസിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കിട്ടത്തില്ല. നമ്മൾ സൈൻ പേജിലേക്ക് റീഡയറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആപ്പിൽ സൈൻ അപ്പ് ചെയ്തിട്ട് ഒരു വാലിഡ് പ്ലാനും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് മാത്രമാണ് നമ്മുടെ ആപ്പിലത്തെ ഡാഷ്ബോർഡ് പേജ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എറർ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എറർ ഉണ്ട്. ഒബ്വിയസ്ലി ആദ്യം പറഞ്ഞ പോലെ തന്നെ AI ഡു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് നമുക്കിപ്പോൾ ഇവിടെ ഒരു എറർ ഉണ്ട്. ആൻഡ് ഈ ഒരു എറർ വന്നപ്പോൾ തന്നെ നമ്മളുടെ AI ആ ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എറർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എററിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസും എറർ കോഡും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമുക്കിത് മാനുവലി ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫിക്സ് വിത്ത് AI എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. AI തന്നെ ആ എറർ കോഡും ഡീറ്റെയിൽസൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഇറ്റ്സെൽഫ് മേക്ക് ഓൾ ദി ചേഞ്ചസ് ആൻഡ് ഫിക്സ് ഇറ്റ്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ് ടു കംപ്ലീറ്റ്. ഓൾ റൈറ്റ്. സോ നമ്മളുടെ എറർ ഫിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ടെമ്പോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദ യു ഗോ. നമുക്കൊരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ പറ്റും, AI സമ്മറി കാണാൻ പറ്റും, വോയിസ് റെക്കോർഡറും കാണാൻ പറ്റും. ബട്ട് ദെൻ ഞാനിപ്പോൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് അലൗ. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വോണ്ട് റിയലി വർക്ക്. കാരണം നമ്മൾ OpenAI API ഇൻറ്റിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ദെൻ നമുക്കൊരു നൈസ് വേവ് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് ആക്ച്വലി ഈസ് എ നൈസ് ടച്ച് ആൻഡ് ഐ ക്യാൻ ക്ലിക്ക് ഓൺ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഇത് ഇപ്പോൾ മോക്ക് ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുക മോസ്റ്റ് പ്രോബ്ലി. കാരണം നമ്മൾ നമ്മുടെ API എന്തായാലും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട നമുക്കൊരു എററും കിട്ടുന്നുണ്ട്. ഓൾ റൈറ്റ്. സോ മേ ബി ഇത് നമുക്കൊന്ന് AI ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ക്ലിക്ക് ഓൺ ഫിക്സ് വിത്ത് AI. അപ്പോൾ ഈ ഒരു എറർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വൽ API യൂസ് ചെയ്തിട്ട് OpenAIൻ്റെ API യൂസ് ചെയ്തിട്ട് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറയാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ OpenAIൻ്റെ API ഗ്രാബ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ platform.openai.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലേക്ക് ചെല്ലാം. എന്നിട്ട് അതിൽ ക്ലിക്ക് ഓൺ ദിസ് സെറ്റിംഗ്സ് ഐക്കൺ. സോ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് ഗോ ആഹെഡ് ആൻഡ് സൈൻ അപ്പ് ഫോർ എ ന്യൂ അക്കൗണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ API കീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു ആഡ് സം ക്രെഡിറ്റ്സ്. കുറച്ച് പൈസ കൊടുത്താൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ചെന്നിട്ട് ഗൂഗിൾ ജെമിനൈൻ്റെ API യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ OpenAI APIക്ക് പകരം നിങ്ങൾക്ക് ജെമിനൈ API യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ API കീ സെക്ഷനിലേക്ക് വന്നിട്ട് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ന്യൂ സീക്രട്ട്. ഇവിടെ വോയിസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിൽ സെലക്ട് എ റാൻഡം പ്രോജക്റ്റ്, ക്ലിക്ക് ഓൺ ക്രിയേറ്റ് സീക്രട്ട് കീ. ആൻഡ് നമുക്ക് നമ്മുടെ API കീ ഇവിടെ ഉണ്ട്. അതിൽ കോപ്പി ഇറ്റ്. ആൻഡ് അതിപ്പോൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ വിച്ച് വൈസ് ഇവിടെ പിന്നെയും എന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ്സ് വെയിറ്റ്. ഓൾ റൈറ്റ്. സോ നമ്മളുടെ എററും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ ചെന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി എവറിത്തിങ് ഷുഡ് വർക്ക്. ലെറ്റ്സ് സീ. യെസ്, ദെയർ യു ഗോ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ഞാൻ പറയാൻ പോവാണ് ഇംപ്ലിമെൻറ്റ് ദി OpenAI API ടു ട്രാൻസ്ക്രൈബ് ആൻഡ് സമ്മറൈസ് the voice. I don't want the mock data anymore. Make the app truly functional. ഞാനിപ്പോൾ പറയുകയാണ് നമ്മുടെ OpenAI API ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഫംഗ്ഷനാലിറ്റി നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നമുക്ക് ട്രാൻസ്ക്രൈബ് ആയി കിട്ടണം. സോ ഹിറ്റ് എൻറ്റർ ആൻഡ് ലെറ്റ് സി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കോൺഫിഗർ OpenAI API കീ എന്നൊരു സെക്ഷൻ. ആൻഡ് ഇവിടെ നമ്മളുടെ API കീ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെന്നിട്ട് കോപ്പി ചെയ്യാം. ടെമ്പോയിൽ വന്നിട്ട് ഐ പേസ്റ്റ് ഇറ്റ് ഇൻ ഹിയർ ആൻഡ് ഇതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഐ ക്ലിക്ക് ഓൺ സേവ്. ആൻഡ് ഇവിടെ ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മറൈസേഷൻ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐ ക്യാൻ ഗോ ആൻഡ് സേ യെസ് പ്ലീസ് ഇംപ്ലിമെൻറ്റ് ദി സമ്മറൈസേഷൻ ഫീച്ചർ ആസ് വെൽ. I'll hit enter. അപ്പോൾ summarization feature is now fully implemented and it will work with your existing OpenAI API key എന്ന് പറയുന്നുണ്ട്. അപ്പോൾ hopefully everything should work. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. This is a dummy voice recording that I'm doing to test the functionality of the voice notes app that I'm trying to build. Hopefully everything works and let's see.
സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആക്കാം. ആൻഡ് ഇറ്റ് സേസ് പ്രോസസ്സിങ് യുവർ റെക്കോർഡിംഗ്, ട്രാൻസ്ക്രൈബിങ് യുവർ ഓഡിയോ, AI സമ്മറി. വർക്കാവുമെന്നറിയില്ല. ഇൻ വിച്ച് വേസ് ലെറ്റ്സ് വെയിറ്റ്. ഇപ്പോഴും നമ്മുടെ പ്രോസസ്സിങ് യുവർ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഇതിൽ സ്റ്റക്കാണ്. അപ്പോൾ നമ്മളുടെ ഫീച്ചർ വർക്കാവുന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്നിട്ട് ഫിക്സ് ചെയ്യാൻ ഒന്നുകൂടി. വിൽ സേ ഇവിടെ ആക്ച്വലി ഒരു എറർ ഓൾറെഡി ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മേ ബി ഈ എറർ നമുക്ക് AI വെച്ച് ആദ്യം ഫിക്സ് ചെയ്യാൻ നോക്കാം, എന്നിട്ടത് വർക്കാവുക നോക്കാം. ഇനി വർക്കായില്ലെങ്കിൽ നമുക്ക് മാനുവലി ചെന്നിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ഇൻ വിച്ച് വേസ് ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, എറേഴ്സൊക്കെ ഫിക്സ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മേ ബി ഐ ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഗിവ് ഇറ്റ് എ ഷോട്ട്. Hi there, this is Astro here, testing out the functionality of the app that I'm currently building. ഓക്കെ, സോ നമ്മൾ ഓതറൈസ്ഡ് ആണ്. ആക്ച്വലി നമ്മളുടെ ആപ്പ് നമ്മൾ സൈൻ ഇൻ ആണ്, ബട്ട് ദെൻ ഇത് ഓതറൈസ്ഡ് അല്ല എന്നാണ്. പ്ലീസ് സൈൻ ഇൻ ടു യൂസ് ദിസ് ഫീച്ചർ എന്നാണ് പറയുന്നത്. സോ വിൽ ഗോ ഹെഡ് ആൻഡ് സി. ആഫ്റ്റർ ഐ record voice, I see on the screen even though I am logged in. സോ ഇതാണ് നമ്മൾ AI വെച്ച് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വിൽ റൺ ഇൻ ടു എറേഴ്സ് ആഫ്റ്റർ എറേഴ്സ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അത് നമ്മൾ ഡീബഗ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് പോകണം. ഇപ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ എറർ വരുന്നതും വൈ അവർ വോയിസ് റെക്കോർഡർ ഇസ് നോട്ട് വർക്കിംഗ്. കാരണം നമ്മൾ ആക്ച്വലി ഓതറൈസ്ഡ് ആണ്, നമ്മൾ ലോഗ്ഡ് ഇൻ ആണ്, ബട്ട് ദെൻ നമ്മൾ പ്ലീസ് സൈൻ ഇൻ ടു യൂസ് ദിസ് ഫീച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെക്സ് മിഡിൽ വെയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും. ഇൻ ഈച്ച് വേസ് ലെറ്റ്സ് വെയിറ്റ്. ആഫ്റ്റർ എ ബിറ്റ് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത് നമുക്ക് നമ്മളുടെ ആപ്പ് ഇപ്പോൾ ഫുള്ളി വർക്കിംഗ് ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഞാൻ വീഡിയോ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് കുറേയധികം എറേഴ്സ് ആഫ്റ്റർ എറേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 5 to 10 minutes ഞാൻ ഈ എറർ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിംഗ് കണ്ടീഷനിൽ ആപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ AI യൂസ് ചെയ്ത് ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതും നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. AI വിൽ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് മാനുവലി നിങ്ങൾക്കൊരു കുറച്ച് ബേസിക്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ കോഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈവൻ ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി വിച്ച് വൈസ് നമുക്കിപ്പോൾ നമ്മുടെ ആപ്പ് വർക്ക് ആവുന്നുണ്ട്. സോ അബൌട്ട് 5 to 10 minutes ഞാൻ ഈ എറേഴ്സൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി AI പ്രോംപ്റ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വിച്ച് വൈസ് നമ്മൾക്കിപ്പോൾ ഇവിടെ ചെന്നിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ബട്ടൺ ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും AI സമ്മറി നമുക്കിവിടെ കാണാൻ പറ്റണം. സോ ലെറ്റ്സ് സീ. Hi there, my name is Astro and this writer is a voice recording that I'm doing to test the functionality of the voice notes app that I'm currently building. Hopefully everything should turn out well. So let's see. ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആക്കാം ആൻഡ് ഹോപ്പ്ഫുള്ളി ട്രാൻസ്ക്രിപ്ഷനും AI സമ്മറിയും നമുക്ക് കിട്ടണം. ലെറ്റ്സ് സീ. Alright, so hi there, my name is Astro and this write-up is a voice recording that I'm doing to test the functionality of the voice notes app. Okay, Astro is അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ എന്താണോ പറഞ്ഞത് അത് അതേ രീതിയിൽ ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ. ആൻഡ് ഇവിടെ നമുക്കൊരു AI സമ്മറി ഉണ്ട്. Astro is testing the functionality of a voice notes app they are building by recording a voice notes. They hope everything works well. അതാണ് നമ്മുടെ AI യൂസ് ചെയ്ത് നമ്മൾ സമ്മറൈസ് ചെയ്ത കാര്യം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനിയും പോയിട്ട് കാര്യങ്ങൾ ലൈക്ക് എന്ത് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ആപ്പ് ട്രാൻസ്ക്രൈബ് ചെയ്ത് AI സമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആൻഡ് ഇവിടെ നമുക്കൊരു ബഗ് ഉണ്ട് കേട്ടോ. കാരണം ഈ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടും ഇവിടെ പ്രോസസ്സിങ് ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കിടക്കുന്നത്. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ആൻഡ് ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ഹോപ്പ്ഫുള്ളി ഫൈൻഡ് ഓക്കെ ഇവിടെ തന്നെ ഉണ്ട് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ. നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്തിട്ടുള്ള ആ ട്രാൻസ്ക്രിപ്ഷൻ നമ്മുടെ ഡേറ്റാ ബേസിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. യൂസർ ID ഉണ്ട്, അതേപോലെ സമ്മറീസിൽ പോയിട്ടുണ്ടെങ്കിൽ സമ്മറിയും ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, ആസ്ട്രോ ഇസ് ടെസ്റ്റിംഗ് ദ ഫംഗ്ഷനാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ കൂൾ. അപ്പോൾ ആ ഒരു ഫീച്ചർ ഇസ് ആക്ച്വലി വർക്കിംഗ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ലെറ്റ്സ് സേ എനിക്കിവിടെ ഈ ഒരു ടോപ്പ് നാവിഗേഷൻ ബാറിൽ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുക്കണം. ആൻഡ് ആ ഹിസ്റ്ററിയിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വോയിസ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ എൻറ്റയർ ലിസ്റ്റും കോൺറ്റൻറ്റും എനിക്ക് കാണണം. അപ്പോൾ അതേപോലത്തെ ഒരു ഹിസ്റ്ററി പേജ് എനിക്കാണ് നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഗോ ഹെഡ് ആൻഡ് സേ ക്രിയേറ്റ് ഹിസ്റ്ററി പേജ് at /history and add a link to the top navigation bar. I want to list all the past summarization and transcription in the history page and I can hit enter and let's see. Alright, so നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ the AI has created a history page and ഇപ്പം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ if I refresh, let's see, navigation bar like history കാണാൻ പറ്റുന്നില്ല. ബട്ട് /history എന്ന് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ പാസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. അതായത് സമ്മറീസും ഉണ്ട് ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്. അത് നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് പുള്ളി ചെയ്യുന്ന കേട്ടോ. അപ്പോൾ മേ ബി ഇതിൻ്റെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നിട്ട്
വിൽ ട്രൈ ടു യൂസ് ദി ആപ്പ് വൺസ് അഗൈൻ ആൻഡ് പുതിയതായിട്ട് നമ്മളൊരു ഓഡിയോ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് പറയാം. Hi there, my name is Jack and this is yet another voice recording that I'm doing to explain a little bit about my day. So today I have been recording a YouTube video explaining how people can make AI apps entirely using AI, and now I'm incorporating OpenAI API to make the app functional. എന്തൊക്കെയോ പറഞ്ഞു. ഇൻ വിച്ച് വൈസ് ട്രാൻസ്ക്രൈബിങ് യുവർ ഓഡിയോ എന്നിട്ട് നോക്കാം. ഓൾറൈറ്റ്, സോ മൈ നെയിം ഈസ് ജാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട്. AI സമ്മറി ഉണ്ട് ആൻഡ് ഹോപ്പ്ഫുള്ളി അപ്പോൾ നമ്മുടെ ഡേറ്റാബേസിൽ ഇത് വന്നിട്ടുണ്ടോ? ലെറ്റ്സ് സീ, മേ ബി റിഫ്രഷ്. ഓക്കെ, നമ്മുടെ ഡേറ്റാബേസിലും ഈ ജാക്കിൻ്റെയും വന്നിട്ടുണ്ട്, ട്രാൻസ്ക്രിപ്ഷനിലും വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ ഹിസ്റ്ററി സെക്ഷൻ ചെന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഡ് ഫൈൻഡ് ദി അപ്ഡേറ്റഡ് എൻട്രി. സോ ലെറ്റ്സ് സീ. ഓ ദെയർ യു ഗോ, നമുക്കിവിടെ ജാക്കിൻ്റെയും ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ നമ്മുടെ ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2-3 അപ്ഡേറ്റ്സ് ഇവിടെ ചെയ്തു, എന്നിട്ടും ഈ ക്രെഡിറ്റ്സ് ഇവിടെ കുറയുന്നില്ല. കാരണം നമ്മുടെ പ്ലാനിൽ 5 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ബട്ട് ഈ ക്രെഡിറ്റ്സ് ഡിക്രീസ് ആവുന്നില്ല. അത് നമുക്ക് ഇനിയും ചെന്നിട്ട് AI പറഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റും, ആൻഡ് ലിമിറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ യൂസർ പ്രൊഫൈലിൻ്റെ ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ ആപ്പിൽ ആവശ്യമില്ല, അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗോയിങ് ഫോർവേഡ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ ആപ്പ് ഫുള്ളി ഫങ്ഷണൽ. ആൻഡ് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിപ്പോൾ ബേസിക്കലി ഞാൻ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ബേസിക് വർക്ക് ഫ്ലോ, ഡേറ്റാബേസ് ഓതൻറ്റിക്കേഷൻ, പേയ്മെൻറ്റ്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഇനി ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ വോയിസും എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ സൂപ്പർ ബേസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോറേജ് ബക്കറ്റ്സ് ഉണ്ട്, ഈ സ്റ്റോറേജ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് എനിക്ക് ഈ ബക്കറ്റിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗോ ഹാഡ് ആൻഡ് ആസ്ക് ദ സെയിം ടു ദി AI ആൻഡ് AI ഷുഡ് ഡു ഇറ്റ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇൻക്രിമെൻ്റലി കുറേ അധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ഞാനിപ്പോൾ ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലോയിൽ തന്നെ നിങ്ങൾ കുറേ അധികം എറേഴ്സ് കണ്ടിട്ടുണ്ടാവില്ലേ. എനിക്ക് വേണ്ട കാര്യങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ആൻഡ് ഐ ഹിറ്റ് എൻറ്റർ. ബട്ട് AI കോഡ് റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഒബ്വിയസ് ആയിട്ടൊരു എറർ വരും ആൻഡ് അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും ആൻഡ് AI വിൽ ട്രൈ ടു ഫിക്സ് ഇറ്റ് ബൈ ഇറ്റ് സെൽഫ്. അതല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനാലിറ്റി വർക്ക് ആവാതെ AI റൈറ്റ് ചെയ്ത കോഡ് ഫുൾ എററായിട്ട് നമുക്ക് കുറേ അധികം എറർ ഫിക്സസും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ആക്ച്വലി ഒരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇരുന്നിട്ട് ഇവിടെ ഈ എറർ കോഡൊക്കെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ എറർ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി എ തിങ്. അത് ഉള്ളതാണ്. നമ്മളുടെ AI കോഡിംഗ് ടൂൾസൊക്കെ നല്ല രീതിക്ക് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുത്തും. ആൻഡ് അത് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത്, അത് ഡീബഗ് ചെയ്ത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കോഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൺസോളൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ എക്സാക്ട് എറർ കോഡ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഫിക്സ് ചെയ്തു. ദ റീസൺ വാസ് നമ്മൾ ഈ എറർ മെയിൻലി ഉണ്ടാവാനുണ്ടായിരുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ OpenAIൻ്റെ ആ ഒരു മോഡൽ ഉണ്ടല്ലോ, വിസ്പർ API, ഈ വോയിസ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയുള്ള, അത് യൂസ് ചെയ്യുന്ന മോഡൽ നെയിം ഇൻകറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ OpenAIൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു നെയിം എടുത്തിട്ട് ആ കോഡ് സ്നിപ്പറ്റ് അടക്കം കോപ്പി ചെയ്തിട്ട് AIക്ക് കൊടുത്തപ്പോൾ AI വാസ് ഏബിൾ ടു ഫിക്സ് ഇറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീബഗ് ചെയ്യാൻ കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ദാറ്റ്സ് ദ പോയിന്റ്. അപ്പോൾ ലിറ്റിൽ ബിറ്റ് അബൌട്ട് കോഡിംഗ് നോളജ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നോളജ് ആക്ച്വലി ഹെൽപ്സ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ചെന്നിട്ട് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്സ്, APIs, വെബ് ഹുക്സ്, എൻഡ് പോയിൻറ്റ്സ്, അതേപോലെ തന്നെ ലെറ്റ്സ് സേ നമ്മളുടെ ഫുൾ ഫ്ലെഡ്ജ് റിക്കറിംഗ് പേയ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ്സ് യൂസിങ് സ്ട്രൈപ്പ് അല്ലെങ്കിൽ പോളർ, പിന്നെ കോൺവെക്സ് അല്ലെങ്കിൽ സൂപ്പർ ബേസ് അല്ലെങ്കിൽ ക്ലർക്ക് യൂസ് ചെയ്തിട്ട് ഓതൻറ്റിക്കേഷൻ ആൻഡ് ഡേറ്റാബേസ്, പിന്നെ സ്റ്റോറേജ് ബക്കറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതേപോലെ ആപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് വെരി മച്ച് ഓൾ ഐ വാണ്ടഡ് ടു ഷോ യു ഇൻ ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോരോ AI കോഡിംഗ് ടൂൾസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ആപ്സും വെബ്സൈറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് എറർ ദാറ്റ് വി ആർ ഇൻ. I hope you guys found this video useful. If yes, make sure to subscribe and I'll see you in the next one.